വയനാട് ചുരം പാതയുടെ പിതാവായ കരിന്തണ്ടനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരി ചുരം കയറി ലക്കിടിയിലെത്തുമ്പോൾ റോഡ് സൈഡിൽ ഒരു വലിയ മരം കാണാൻ സാധിക്കും. ആ മരത്തിൽ ചങ്ങല മരം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ കണ്ണീരിൽ കുതിർന്ന ഓർമ്മകളും പേറി ആ മരം നശിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. ബ്രിട്ടീഷുകാർ ചതിച്ചുകൊന്ന സത്യസന്ധനായ ഒരു ആദിവാസി യുവാവിന്റെ ആത്മാവിനെ ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുകയാണ് ആ മരത്തിൽ. ആ യുവാവിന്റെ പേരാണ് കരിന്തണ്ടൻ. കോഴിക്കോട് താമരശ്ശേരി ചുരം നിൽക്കുന്നത് 3 മലകളിലാണ്. ആ മലകളുടെ അടിവാരത്തുള്ള ചിപ്പിലിത്തോട് എന്ന സ്ഥലത്ത് ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട പണിയ കുടുംബത്തിലാണ് കരിന്തണ്ടൻ ജനിക്കുന്നത്. ഏകദേശം 1750-നും 1899-നും ഇടയിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിന്റെ പിതാവായാണ് ഇന്ന് കരിന്തണ്ടൻ പൊതുവെ അറിയപ്പെടുന്നത്. എഴുതപ്പെട്ട ചരിത്രരേഖകൾ ഒന്നും ലഭ്യമല്ലെങ്കിലും കരിന്തണ്ടൻ ചരിത്രത്തിന്റെ ഭാഗമല്ലെന്ന് ഒരു ചരിത്രകാരനും നിഷേധിക്കുവാൻ കഴിയുകയില്ല. കാരണം ചരിത്രം എപ്പോഴും അങ്ങനെയാണല്ലോ. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ചെയ്തികൾ ചരിത്രമായി വാഴ്ത്തപ്പെടുമ്പോൾ സാധാരണക്കാരന്റെ ചരിത്രം കേവലം കെട്ടുകഥകളായി ഇരുളിലേക്ക് വലിച്ചെറിയുകയാണ് നമ്മുടെ ചരിത്രകാരന്മാർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തെളിവാണ് നമ്മുടെ ചരിത്രത്തിൽ കേവലം കെട്ടുകഥകൾ പലതും ചരിത്ര സത്യങ്ങളായി മാറിയതും ചരിത്ര സത്യങ്ങൾ കെട്ടുകഥകളായി മാറിയതും. കോഴിക്കോട് നിന്നും ചുരം വഴി വയനാട്ടിലേക്കും അവിടെ നിന്നും മൈസൂരിലേക്കും ഒരു പാത നിർമ്മിക്കുവാൻ ബ്രിട്ടീഷുകാർ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അതിനുവേണ്ടി ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. എങ്കിലും അവർ ശ്രമം ഉപേക്ഷിച്ചില്ല. കാരണം ഒരിക്കലും തീരാത്ത വനസമ്പത്തിന്റെ ഉറവിടമായ വയനാടൻ കാടുകളും ടിപ്പുവിനെ ഇല്ലാതാക്കാനുള്ള ആഗ്രഹവും അവരെ മത്തുപിടിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കരിന്തണ്ടൻ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നും രാവിലെ ഒരു ആദിവാസി യുവാവ് തൻ്റെ മാടുകളെയും കൊണ്ട് മലമുകളിലേക്ക് കയറി പോവുകയും തിരിച്ച് ഇറങ്ങി വരികയും ചെയ്യുന്നത് ബ്രിട്ടീഷുകാരെ അത്ഭുതപ്പെടുത്തി. ആരും അറിയാതെ കരിന്തണ്ടന്റെ സഹായം തേടാൻ അവർ തീരുമാനിച്ചു. തുടർന്ന് വളരെ വിചിത്രമായ രീതിയിൽ എളുപ്പത്തിൽ കയറുവാനുള്ള മലമടക്കുകൾ ബ്രിട്ടീഷുകാർക്ക് കരിന്തണ്ടൻ കാണിച്ചു കൊടുത്തു. അതിനുവേണ്ടി കരിന്തണ്ടൻ ഉപയോഗിച്ച രീതി കണ്ട് സായിപ്പന്മാർ അത്ഭുതപ്പെട്ടുപോയി. കരിന്തണ്ടൻ തൻ്റെ ആടുമാടുകളെ ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടു. ആടുമാടുകൾ ഏറ്റവും ലളിതവും കയറ്റം കുറഞ്ഞതുമായ വഴികളിലൂടെ മലമുകളിലേക്ക് ഓടിക്കയറി. പിന്നീട് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഒന്നും ചിന്തിച്ചില്ല. കരിന്തണ്ടൻ കാണിച്ചു കൊടുത്ത പാതയിലൂടെ റോഡ് പണി ആരംഭിച്ചു. തുടർന്നാണ് ആ ചതിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷുകാർക്ക് കേവലം ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മായ്ക്കുവാനും കരിന്തണ്ടൻ ഇനിയും ഈ വഴി മറ്റാർക്കും കാണിച്ചു കൊടുക്കുമോ എന്ന ഭയവും കാരണം ആ നിഷ്കളങ്കനായ യുവാവിനെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. കായികമായി കരിന്തണ്ടനോട് നേർക്കുനേരെ മുട്ടുവാൻ വെള്ളക്കാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അതിന് അവർ തെരഞ്ഞെടുത്ത മാർഗമാണ് കൊടും ചതി. പണിയ ഗോത്രത്തിന്റെ മൂപ്പൻ കൂടിയായിരുന്ന കരിന്തണ്ടൻ അതിന്റെ അടയാളമായി കയ്യിൽ ഒരു വള ധരിച്ചിരുന്നു. വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടെ എടുത്ത് ധരിക്കുകയുമായിരുന്നു പതിവ്. കരിന്തണ്ടനെ വകവരുത്തുവാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗം ആ വള മോഷ്ടിക്കുക എന്നതായിരുന്നു. ഒരു ദിവസം രാത്രി വളരെ തന്ത്രപരമായി അവർ കരിന്തണ്ടന്റെ വള മോഷ്ടിച്ചെടുത്തു. പിറ്റേന്ന് ഉണർന്നപ്പോൾ ഊരിവെച്ച വള ആ സ്ഥാനത്ത് കാണാതെ കരിന്തണ്ടൻ പരിഭ്രാന്തനായി. തൻ്റെ അധികാരചിഹ്നമായ വള നഷ്ടപ്പെട്ടാൽ താൻ സ്വന്തം കുലത്തിൽ നിന്നും പുറത്താക്കപ്പെടും എന്നറിയാവുന്ന കരിന്തണ്ടൻ വിഷമം സഹിക്കവയ്യാതെ തളർന്നു വീണു. ഈ തക്കം നോക്കി വെള്ളക്കാർ അവനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൊടും ചതിയുടെ ഇരയായി തീർന്ന കരിന്തണ്ടന്റെ ആത്മാവ്
പിന്നീട് അതുവഴി അലഞ്ഞു നടക്കുവാൻ തുടങ്ങിയെന്ന് പറയുന്നു. പിന്നീട് അതുവഴി പോകുന്ന കാളവണ്ടിക്കാരെയും മറ്റു വാഹനങ്ങളെയും അപകടത്തിൽപ്പെടുത്തി എന്ന് ആരോ പ്രചരിപ്പിച്ചു. ഒടുവിൽ അലഞ്ഞു തിരിയുന്ന കരിന്തണ്ടന്റെ ഗതികിട്ടാത്ത ആത്മാവിനെ ഏതോ ഒരു മന്ത്രവാദി ഒരു ചങ്ങലയിൽ ആവാഹിച്ച് ലക്കടിയിലുള്ള ആ മരത്തിൽ ബന്ധിച്ചിരിക്കുകയാണെന്നാണ് പൊതുവെ ഉള്ള വിശ്വാസം. എന്തൊക്കെയാണെങ്കിലും ഇന്ന് വയനാട് ചുരം പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടന് ലക്കടിയിലെ ഈ ചങ്ങലമരം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ആരും അതിനെക്കുറിച്ച് അറിയുകയില്ലായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനേകം ചരിത്ര സംഭവങ്ങൾ മറയപ്പെട്ടതുപോലെ ഇതും ഇരുട്ടിൽ ആണ്ടുപോകുമായിരുന്നു.